അവനെ കിട്ടാനും വിശുദ്ധി പ്രാപിക്കാനും ഏറ്റവും കൂടുതൽ എളുപ്പമായ മാർഗമായി എളുപ്പമായ വഴി എത്ര ജപമാല പ്രാർത്ഥന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേർ കൂടുതൽ എത്ര പേർ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നവരുണ്ട് വ്യക്തിപരമായിട്ട്? ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ പൊങ്ങി. ആണുങ്ങളുടെ സൈഡിൽ ഒരു കാര്യങ്ങൾ 2 കാര്യങ്ങൾ മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, 153 മണി ജപം എല്ലാ ദിവസവും നിങ്ങൾക്ക് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള സകല അന്ധകാര ശക്തികളും മാറും. ഞങ്ങൾ ചോദിക്കാം, ഞങ്ങൾ ഈ യുവാക്കന്മാർ ഒരു ദിവസം 14, 16, 153 മണിജപം ചൊല്ലുന്നത്. 16, 153 മണിജപം. കാര്യം ഫുൾ ടൈമറായിട്ട് ഇറങ്ങിയ സുവിശേഷത്തിന് വേണ്ടി, വേറെ വേലയില്ല. പ്രൈസ് ഗോഡ്. കാര്യം എന്താ? ഞങ്ങളുടെ ദൗത്യം ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോയ, നമ്മുടെ കത്തോലിക്ക സഭയിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളെ തിരികെ കൊണ്ടുവരിക, ക്രിസ്തുവിൽ അടുപ്പിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ആയിരിക്കുന്ന മക്കളെ ഞാൻ പറയാം, ഇത് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും 153 മണിജപം ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ പിശാചു വിറയ്ക്കുന്ന, ഏറ്റവും കൂടുതൽ പിശാചു ഭയക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഞങ്ങൾക്ക് അനേകം അനുഭവമുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ജപമാല ചൊല്ലിയാണ്. എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം നിങ്ങളുടെ മുഖം പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. മുഖം പ്രകാശിക്കണമോ, വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകണോ, എത്രത്തോളം ജപമാല ചൊല്ലാമോ അത്രത്തോളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് ആരാധിക്കാം. പ്രൈസ് ഗോഡ്. ഓക്കെ, കർത്താവേ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം കർത്താവേ ശക്തിയേറിയ ഒരു അഭിഷേകം കൂടെ വ്യാപരിക്കണം. ആത്മാവിൽ മക്കൾ നിറയപ്പെടണം കർത്താവേ. അങ്ങയുടെ ശക്തിയുടെ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഓരോ കുഞ്ഞുങ്ങളുടെ മേല്, ഓരോ യുവാക്കന്മാരുടെ മേല്, ഓരോ അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ മേല് കർത്താവേ ഈ നിമിഷം വ്യാപരിക്കണമേ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കാൻ പോകുന്ന യേശുവേ, പാടി ആരാധിക്കാൻ പോകുന്നു. കർത്താവ് ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നു. ഈ നിമിഷം ദൈവത്തിന്റെ തീ ഇറങ്ങും, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴേ ദൈവത്തിന്റെ തീ ഇവിടെ ഉണ്ട്, ഇപ്പോഴേ തീയുണ്ട്. മക്കളെ ചൂട് Hallelujah, 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 hallelujah. ദൈവം തൊടുക, ദൈവം തൊടുക, ദൈവം തൊടുക. ഈ നിമിഷം ദൈവം ഇറങ്ങിയാണ് ചില വ്യക്തികളുടെ മേല്, ചില വ്യക്തികളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ ഈ നിമിഷം ഇറങ്ങിയ ഓരോ യൂത്തിലേക്ക് കണ്ടേ അപ്പാ. പിടിപ്പിക്കണമേ, രോഗികൾ സൗഖ്യമാകണേ, ജനങ്ങൾ പിടിക്കപ്പെടട്ടെ, മക്കൾ പരിശുദ്ധമാ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഇവിടെ വന്നതിനായി നന്ദി കർത്താവേ. ഓരോ മക്കളെ നീ തൊട്ടു, ചില മക്കളെല്ലാം പരിശുദ്ധാത്മ നിറയപ്പെടുന്നത് കാണാനിടയായ അവൻ്റെ അഭിഷേകം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. അനേകം പേരെ നീ വിളിക്കണം യേശുവേ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഇടവകയിൽ നിന്ന് അനേകം യുവാക്കന്മാർ സുവിശേഷവുമായിട്ട് നിൽക്കുന്നത് കാണാൻ യേശുവേ ഇടയാകണമേ അപ്പ. സുവിശേഷവുമായിട്ട് യേശുവിന് വേണ്ടി വചനം പ്രഘോഷിക്കാം, യേശുവിന് വേണ്ടി വേല ചെയ്യാം, യേശുവിന് വേണ്ടി ജനത്തെ വിടിവിക്കാം, യേശുവിന് വേണ്ടി രോഗികളെ സൗഖ്യമാക്കാം. അഭിമാനപൂർവ്വം കർത്താവേ ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നു എന്ന് പറയാൻ ഇടയാകണമേ അപ്പ. എല്ലാ മഹത്വം നിനക്കുന്ന പരിശുദ്ധമാവേ, നീ ഗുരുവിൻ്റെ കർത്താവേ മക്കളോട് സംസാരിക്കേണ്ട സന്ദേശം അങ്ങ് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമുക്കിരിക്കാം സ്നേഹത്തോടെ.